എൻ്റെ കൈ വയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മച്ചിനെയും കൊണ്ടാണ് അവൻ്റെ വീട്ടിലേക്ക് പോയത്. മുത്താപ്പ എൻ്റെ 60 പവൻ സ്വർണ്ണമാണ് പണയം വെക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഉമ്മച്ചിയോടൊന്നും അവർ സ്വർണ്ണം മുത്താപ്പ എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആകെ എന്നോട് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ഇന്നിപ്പോൾ എൻ്റെ ഉമ്മച്ചിയെ കൊണ്ട് ഞാൻ വന്ന കാരണം എൻ്റെ ഉമ്മച്ചിയോട് അവൻ്റെ ഉമ്മ പറഞ്ഞു സ്വർണ്ണം ആവശ്യത്തിന് ഫർസാനയുടെ സ്വർണ്ണം ഒരു ആവശ്യത്തിനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്ന്. എൻ്റെ ഉമ്മച്ചായം അതിനെ പോസിറ്റീവ് സ്വരത്തിൽ സമ്മതം മൂളി. കല്യാണം കഴിഞ്ഞ 12ാമത്തെ ദിവസം ഏകദേശം 62 പവനോളം ഞാൻ കൊടുത്തു. സൊസൈറ്റി ബാങ്കിലാണ് അവർ പണയം വെച്ചത്. അതിനുശേഷം വീണ്ടും വന്നു. അത് പോരാന്ന് പറഞ്ഞു വീണ്ടും കൊണ്ടുപോയി കുറച്ചുകൂടെ എടുക്കുന്ന സ്വർണ്ണത്തിൻ്റെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അവൻ സമ്മതിച്ചില്ല. ഞാൻ നിർബന്ധിച്ചുമില്ല. കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇവനോളം വലുതല്ല എൻ്റെ സ്വർണ്ണങ്ങളൊന്നും. ഇത്ര ഇഷ്ടമാണ് അവനെ. എനിക്ക് ഇതുവാണല്ലോ ഞാൻ സ്നേഹിക്കുന്നപ്പോൾ പങ്കിവൻ എന്നെ തിരിച്ച് സ്നേഹിക്കണേ. ഇന്ന് വെള്ളിയാഴ്ച ആയതിനാൽ എൻ്റെ കസിൻസ് എല്ലാം പള്ളി പോകാൻ ഈ വഴി പോയപ്പോൾ ഇവിടെ കയറി. അവർ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞങ്ങൾ ഇന്നലെ ബീച്ചിൽ നിന്ന് വാങ്ങിയ നല്ല കരിമീൻ എല്ലാം ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂട്ടിയാണ് ഫുഡൊക്കെ കൊടുത്തത്. ഈ വീട്ടിൽ ഞാനെടുക്കുന്ന എല്ലാ ജോലികളും എൻ്റെ ഉമ്മിച്ചെടുത്ത് എന്നെ സഹായിച്ചിട്ടോ. അലക്കി ബാത്റൂം എല്ലാം കഴുകി ഞങ്ങളുടെ റൂമിലെ ബാത്റൂം കൂടാതെ ഹോളിലെ കോമൺ ബാത്റൂം വരെയും പുള്ളിക്കാരി തേച്ച് കഴുകി കൊടുത്തു. അപ്പോൾ അവൻ്റെ ഉമ്മിച്ചിട്ട് കാല് വയ്യാതിരുന്നിട്ട് പോലും ഇതെല്ലാം ചെയ്ത് അവർക്ക് എല്ലാ ജോലികളും അവർ കിച്ചണിലാണെങ്കിലും ക്ലീനിങ്ങിലാണെങ്കിലും എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടാണ്. വൈകുന്നേരം ഞങ്ങൾ ഉമ്മമാരും ഞാനും അടുത്ത വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വന്നു. അടുത്തുള്ള എൻ്റെ ഉമ്മാൻ്റെ പണ്ടത്തെ അറിയുന്ന ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെറുതെ പോയിട്ട് വന്നു. ആ സമയത്തെല്ലാം ഇവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ വെറുതെ പോയിട്ടിരിക്കുക, കറങ്ങി നടക്കുക, ഇതൊക്കെ തന്നെ. അപ്പോഴേ എനിക്കൊരു ദുആയുള്ളൂ, ഇവൻ നല്ലതാവണേ, എന്നെ സ്നേഹിക്കുന്നവനാവണേ, നമ്മളെ പരിഗണിക്കുന്നവനാവണേ എന്ന്.